ഇത്തങ്ങളന്ന് കൊണ്ടുവന്നതിൻ്റെ ആ ഷോർട്ട്സത്തെ ആ മെറ്റീരിയൽ ഉണ്ടോ, അങ്ങനത്തെ ആ ചോപ്പ് ഉണ്ടോ, അങ്ങനത്തെ ആ നീല ഉണ്ടോ? ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാവരും ചോദിക്കാറുള്ളത് ഈ മെറ്റീരിയലാണ്. അപ്പോൾ അത് ഇതാ വന്നിട്ടുണ്ട്. വേണമെന്നുള്ളവർ വേഗം ഇതിലുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. 300 പീസാണുള്ളതിൽ 100 പീസും ഓരോരുത്തർ ആദ്യം പൈസ തന്നിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. 100 പീസ് എനിക്ക് എൻ്റെതായിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണം. എക്സ്ട്രാ ഉള്ളതൊരു 100 പീസാണ്. 320 ഇല്ല, 290 ആണ് ഇതെല്ലാം. 290 ഇത് വെച്ചിട്ട് ഒരു അരക്കൈയല്ല, ഒരു മുക്കാൽ കൈ ജസ്റ്റ് ഒപ്പിക്കുക. അപ്പോൾ അതിനുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കട്ടിങ്ങിൻ്റെ വീഡിയോ എന്താ പെടാത്തത്, സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടും, അതൊക്കെ ചോദിക്കേണ്ടത്. പക്ഷേ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞതാണ് നെറ്റിൻ്റെ. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയെന്നുള്ളത് പഠിക്കാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇട്ട തന്നെ വീണ്ടും വീണ്ടും വേറെ ക്ലോത്ത് ആയാലും ഒരേ മോഡൽ തന്നെ വീണ്ടും ഇടുമ്പം ആദ്യം ഇട്ട് കണ്ടുപോലെ നമ്മളെ തല്ലാൻ വരൂലേ. അപ്പം നിങ്ങൾ നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മലയാളം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഓരോരുത്തർ ഒരുപാട് പേരിട്ടതുണ്ടാവും. അത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്നത് ഏതാ വെച്ചാൽ ഇടുക. ഇനി അതെല്ലാം നമ്മളെ വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് സുറുമി ബ്രോസ് നൈറ്റി കട്ടിങ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും ഇട്ട വീഡിയോസുകൾ ഇങ്ങനെ കാണും. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് കണ്ടു നോക്കുക. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സുറുമി ബ്രോസ് എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മളെ ചാനലിൽ കയറുക. എന്നിട്ട് അതിൽ വീഡിയോസ് എന്നുള്ളത് നോക്കുക. അതിൽ നിന്ന് കുറച്ച് അടിയിലേക്ക് പോയാൽ പൈപ്പിംഗ് വെക്കേണ്ടത്, നൈറ്റി കട്ടിങ് മാത്രമുള്ളത്, സ്റ്റിച്ചിങ് മാത്രമുള്ളത്, നെക്ക് ഡിസൈൻസ് വെക്കേണ്ടത്, എംബ്രോയ്ഡറി നെക്ക് വെക്കേണ്ടത്, എല്ലാ വീഡിയോസും ചാനലിൽ തന്നെ ഉണ്ട്. സാധാ വർദ്ധമാന യൂണിവേഴ്സിൽ അതിൻ്റെ വിറ്റ് ഞാൻ എടുത്തിട്ടില്ല. അതിന് നമുക്ക് ഓർഡർ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ആവശ്യക്കാർ മുഴുവൻ ഇതിനാണ്. അപ്പോൾ ഇതന്നെയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലം അതിനുള്ളവരിപ്പോൾ മെസ്സേജ് അയക്കണ്ട. 320 കുറച്ചും കൂടെ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ ഫോട്ടോസ് ചോദിച്ചാൽ ലൈൻ മോഡൽസിൻ്റെ ഒക്കെ കഴിഞ്ഞ് വേറെ കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡലിൽ കുറച്ച് ബാക്കി ബാലൻസ് ഉള്ളത് പോലെ എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതതിന് മാത്രമല്ല, പക്ഷെ അത് വേറൊരാൾ ചോദിച്ചത് തന്നെ കൊടുക്കാനുള്ളതുണ്ട്. ഇങ്ങനെയുള്ള മോഡലുകളൊന്നും 320 വരില്ല. ഇതിൽ കൂടുതലും വരിക 290 ഇനി കൈ കിട്ടാത്തതുകൊണ്ടാണ്, വലിയ തടി ഇല്ലാത്തവരാണെങ്കിൽ ഇതിൽ നിന്ന് കൈ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പോലെ എന്ത് ചെയ്യുക, എംബ്രോയ്ഡറിനൊക്കെ വെച്ചിട്ട് ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി 56 സൈസ് വരെ ഈ 290 കൊണ്ട് നിങ്ങൾക്ക് തികയുള്ളൂ. 320 ആൾക്കാർക്ക് ഇത് തികയൂല, 60 സൈസിനൊന്നും തികയൂല. ഇനി ഇങ്ങനെ വലിയ പൂതിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് അടിച്ചിടുക. അപ്പം എന്ത് ചെയ്യുക, ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറിയൊരു പീസ് വെച്ചിട്ട് ആണ് നീട്ടുക. അപ്പം നിങ്ങൾക്ക് 58 ഇഞ്ച് കിട്ടും. ഇവിടെ ചില ആൾക്കാരുണ്ട്, എടീ എനിക്ക് അത് മതിയേനെ, അതിന് ആ പുള്ളിക്ക് ഇഷ്ടമായിട്ടാണ്, എനിക്കൊരു കണ്ട ഏച്ച് കാണ്ടെങ്കിലും അടിച്ചു തരുമോ ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളങ്ങനെ അടിച്ചു കൊടുക്കലുണ്ട്. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു, നിങ്ങൾ ഇതിലുള്ള വീഡിയോയിൽ വില പറയാത്തതുകൊണ്ടല്ല ഇപ്പം എത്ര ഇടങ്ങാറ്, എത്രമാര് നിങ്ങൾക്ക് വിളിച്ചിട്ട് മെസ്സേജ് അയക്കണറുണ്ട്. അപ്പോൾ അത് പറയാത്തതിന് കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ പോലെ ഒരു ബിസിനസ് എടുത്തിയാണ് ഞാനും. എനിക്ക് നിങ്ങളെ ബിസിനസ് ഉഷാറാക്കാൻ ഇങ്ങനെ മോട്ടിവേഷൻ തരുന്നതിൻ്റെ കൂടെ എൻ്റെ ബിസിനസ്സും കൊണ്ടുപോകണ്ടേ. അപ്പം നമുക്കൊന്നും നഷ്ടത്തിലാക്കാൻ വയ്യ. നമ്മളെ വിശ്വസിച്ച് ഒപ്പം നിൽക്കണ 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ ഓൽക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കണ്ടേ. അപ്പം ഞാൻ അതിൻ്റെ റിയലായിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുമ്പോൾ നമ്മളെ എല്ലാ ആൾക്കും നമ്മളെ നാട്ടിലും നമ്മളെ വീഡിയോ കണ്ടാണ്. അപ്പോൾ എനിക്ക് അത്രക്ക് കിട്ടിയിട്ട് ചിത്രക്കാടി പയച്ചിയ തരുന്നതെന്ന് വെറുതെ പിരായിപ്പിച്ചണം. നമ്മളെ കാലങ്ങളായിട്ട് നമുക്ക് ചോറ് തരേണ്ട ആൾക്കാരാണ്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലാഭത്തിന് കിട്ടുന്നത് അവിടെ നിങ്ങൾ വാങ്ങിക്കോളൂ. എനിക്ക് വിളിക്കണം ഒരുപാട് പേരോട് ഞാൻ ഇപ്പോൾ പാലക്കാട് നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കണമല്ലോ, ഓലോടൊക്കെ ഞാൻ പറയുന്നുണ്ട്. കൊടുവായൂർ, ഇനിയിപ്പോൾ എറണാകുളത്ത് നിന്ന് വിളിക്കണമല്ലോട് അവിടെ ഫാഷനിൽ പോയിക്കോളി, കൊടുവായൂർ ഇവിടെ പോയിക്കോളി, കോഴിക്കോട് ഇവിടെ പോയിക്കോളി എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. അവിടുന്ന് നിങ്ങൾ വെറുതെ ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളും ആക്കിയാണ് നഷ്ടത്തിലാവണ്ട. നമ്മളെ കൊണ്ട് ആർക്കും നഷ്ടം വേണ്ട, ലാഭം കിട്ടിയാൽ ലാഭം കിട്ടണ്ട. എന്താ പറയുക, ഇനി ലാഭം കിട്ടി നിങ്ങളാരും പറഞ്ഞില്ലെങ്കിലും ആ തള്ളേൻ്റെ വർത്താനം കേട്ടുകാണ് ഞാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മനസ്സും കട്ടക്കാലത്തിലായി നിങ്ങൾ പറയേണ്ടതിന് നമുക്ക് താല്പര്യമില്ല. അപ്പം നിങ്ങൾക്ക് എവിടുന്ന് ലാഭത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടുന്ന് വാങ്ങിയാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങളിൽ ആരൊക്കെയോ നല്ല പ്രാർത്ഥന കൊണ്ടാണെന്നല്ലേ ഞാൻ വലിയൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. 3-4 ദിവസം മുന്നേ എനിക്കൊരാൾ മെസ്സേജ് അയച്ചിന്, ഇങ്ങനെ വർദ്ധമാന DCM അതിൻ്റെയൊക്കെ ഡീലറാണ്, നിങ്ങളെ വീഡിയോ ഞങ്ങൾ കാണലുണ്ട്, അപ്പോൾ നല്ല പീസുകളും നല്ല ബിസിനസ് നിങ്ങൾക്ക് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി, ഞങ്ങൾ ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്, ഞങ്ങളടുത്ത് 300 പീസ് ഒരുമിച്ച് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 120 വെച്ചുകാണ്ട് തരാം. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെ തിരിഞ്ഞു പറഞ്ഞാലും 120 എനിക്ക് എവിടെ നിന്നും കിട്ടില്ല. ഞാൻ എറണാകുളം ഫാഷന് വരെ വിളിച്ച് നോക്കിയതാണ്. പക്ഷെ അവിടെ നിന്നൊന്നും എത്ര ബണ്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും
ആ പറഞ്ഞ റേറ്റിൽ ഓല് കുറക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 120 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്വാളിറ്റി സംഭവം അതിൻ്റെ മെറ്റീരിയലൊക്കെ എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നപ്പോൾ നല്ല രസമുള്ള ഞാൻ എടുക്കണ ഏകദേശം അതേമാതിരത്തൊക്കെ റേറ്റ് സാധനങ്ങൾ. അപ്പോൾ ഞാനും വിചാരിച്ചു ഒരു പ്രാവശ്യം ഇവലെ അടുത്തൊന്ന് എടുത്ത് നോക്കാം. അങ്ങനെ വണ്ടിക്കാരോട് ഞാൻ ഇപ്രാവശ്യം വേണ്ട, ഞാൻ ശനിയാഴ്ച എടുത്തുകൊണ്ടെന്നും പറഞ്ഞ് ബുധനം മിഞ്ഞാന്ന് രാത്രി വരെ ഇന്നലെ രാത്രി വരെ മിഞ്ഞാന്ന് രാത്രി വരെ എൻ്റെ ചിന്തയിൽ അതന്നെ ഇനി ഇവിടെ നിന്നൊന്ന് വാങ്ങി നോക്കാം. കാക്കു എന്നോട് പറഞ്ഞിട്ട് നല്ലോണം ആലോചിച്ചിട്ട് നോക്കിയാൽ മതി, ഒന്നും കൂടി തുണിയൊക്കെ നോക്കിക്കാളെ ചോദിച്ചു. ചിലപ്പോൾ പറഞ്ഞപ്പോൾ നല്ല തുണി തന്നെയാണ് ഞാൻ എടുക്കണ, ഏകദേശം ഭാരതിൻ്റെ DCMൻ്റെ ഒക്കെ തുണിയാണ്, വർദ്ധമാൻ്റെതാണ്, അങ്ങനെയൊക്കെ എനിക്ക് ലാബിൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന്. അപ്പോൾ കാക്കു അപ്പളേ പറയേണ്ട 300 പീസൊക്കെയാണ്, എന്തേലും പണിയാലും ഇവലാവുമ്പോൾ പിന്നെ നമുക്ക് വിശ്വാസമുള്ളതാണ്, നമ്മളതുവരെ ചതിച്ചിട്ടില്ല. ഞാനും കളിയൊക്കെ നിങ്ങളെ ഫ്രണ്ട് ആയതുകൊണ്ടല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി വിട്ട്. അങ്ങനെ ഇന്നലെ രാവിലെ എനിക്കൊരാൾ വിളിച്ചിരുന്നു, നിങ്ങൾ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ഹെൽപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്, മെറ്റീരിയൽ എടുത്ത് തരലാണോ അല്ലെങ്കിൽ ഷോപ്പ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതല്ല, ഞാനിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഒന്നായിട്ട് സാധനം ഇറക്കി 300 പീസാണ് ഇറക്കിയത്. എനിക്ക് 130 വെച്ചുകാണ്ട് സാധനം കിട്ടി. അപ്പോൾ മറ്റുള്ളിടത്തു നിന്നൊക്കെ ഏറ്റവും കുറവ് 150 160 അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എത്രയും വെച്ചുകാണ്ട് കിട്ടിയപ്പോൾ ഞാൻ എടുത്താണ്, ഒരു കടയാണ് ഞാൻ. അപ്പോൾ തുണി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എടുത്ത് നോക്കിയപ്പോൾ നമ്മളെ കയ്യിലെത്തി നോക്കിയപ്പോൾ ഒരു ഓയിൽ പോലെ. ആ കമ്പനിക്ക് തിരിച്ചെടുക്കുമെന്ന് ചോദിച്ചിട്ട് വിറ്റ സാധനം തിരിച്ചെടുക്കില്ല എന്ന് പോലും അവിടെ എഴുതി വെച്ചിരിക്കണം. അതിൻ്റെ മുന്നേ ഒരു പറഞ്ഞും ചെയ്തീനിന്ന് പറഞ്ഞ് ആകെ സങ്കടത്തിലാണ്. ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയിക്കാണ്ട് എന്നാൽ കച്ചവടമാക്കാമെന്ന് വിചാരിച്ചിട്ട് കടൻ്റെ പുറത്ത് ഞാൻ വണ്ടിമേൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടും എടുക്കുമ്പോൾ തന്നെ കയ്യുമ്മേൽ ഇങ്ങനെ കളറാവുക, ആകെ പോവുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പോകാൻ പറഞ്ഞു. നമ്മളെ എങ്ങനെ പോക്കാൻ, നമുക്കുള്ള കച്ചവടം വെച്ചിട്ട് ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ തൽക്കാലം നിങ്ങളത് ഒരാളെ വെച്ചിട്ട് ഒരു 12 റുപ്യ 15 റുപ്യ വെച്ചിട്ട് ഒരു ലോക്കൽ അടി അടുപ്പിച്ചിട്ട് നൈറ്റി ആക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തോളി. തീരെ അറിയാത്ത ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ പോവുക, കാണുമ്പോൾ ഇഷ്ടപ്പെടാത്തൊരു നൈറ്റി ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് വരും. അങ്ങനെ ആക്കിയാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് വിലക്കാണ് കിട്ടിയത് അതിനെക്കാട്ടി ഒരു 15 റുപ്യ നിങ്ങളെ ലാഭം നോക്കണ്ട, മുടക്കിയ കൂലി കിട്ടുന്ന കോലത്തിൽ വിറ്റ് നോക്കിയെന്നും പറഞ്ഞിട്ട് നമ്മൾ സംസാരം ഉറപ്പിച്ച്. പിന്നെ എനിക്ക് ഇങ്ങനെ എന്തോ ഒരു ഉൾവിളി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ സാധനം വാങ്ങിച്ച ആൾക്കാരെ നമ്പറൊന്ന് തരും, നിങ്ങൾ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാനാണ്, നിങ്ങൾക്ക് അത് തിരിച്ചെടുത്തൂടെ അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാനാണ് പറഞ്ഞപ്പോൾ ഇവർ നമ്പർ തന്നു. അപ്പോൾ നോക്കിയപ്പം എനിക്ക് ഈ കോണ്ടാക്റ്റ് ചെയ്ത അതേ ആൾ. ഞാൻ ഒരുപാട് നേരം തരിച്ചങ്ങനെ ഇരുന്ന്. ഇന്നലെ രാത്രി ഞാൻ പൈസ അടച്ചോളാന്ന് പറഞ്ഞ ആളാണ് ഞാൻ 300 പീസിന്. അപ്പോഴാണ് ഈ ഒരു അറിയാത്ത, ചിലപ്പോൾ ചില സമയത്ത് ഞാൻ അറിയാത്ത നമ്പറാകുമ്പോൾ ടൈം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് എടുക്കൂല. അപ്പം ഞാനപ്പം നൈറ്റ് അടിക്കേണ്ട തിരക്കിലും എന്നിട്ടും എന്തോ ഇയാളെ നമ്പർ കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി. പിന്നെ കോള് കട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് വിളിച്ചിട്ടാണ് ഞാൻ നമ്പർ വാങ്ങിയത്. എന്താ പറയുക, നമുക്ക് ആരൊക്കെ ഒരു ലക്ഷം ഉണ്ടില്ലെങ്കിൽ അതുപോലൊരു 300 പീസിൻ്റെ തലയിലും ആയിന്. ഞാൻ വിളിച്ച് ഇവലോട് എല്ലാം പറഞ്ഞു. അപ്പോൾ ഓല് പറയേണ്ടത് എന്താ, ഓർക്ക് 100 കണക്കിന് ഡീലേഴ്സുള്ളതാണ്, ആരും ഇതുവരെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, നിങ്ങളോട് കംപ്ലൈൻറ്റ് പറഞ്ഞ. പക്ഷേ ഇയാളെ നമ്പർ ഫ്ലാഷ് ആക്കരുത്, ഇയാൾ പറഞ്ഞാന്ന് പറയരുത്, ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഏതായാലും നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ട്. അപ്പം പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം, നിങ്ങളാരൊക്കെ പ്രാർത്ഥന കൊണ്ട് നമ്മളൊപ്പം ഉണ്ടില്ലെങ്കിൽ നമ്മളും അതിൽ പെടേനി. അപ്പം അങ്ങനെയുള്ള ചതിക്കുകകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരാളുണ്ട് പറഞ്ഞിക്കണേ ഏറ്റവും കുറവ് എന്ന് പറഞ്ഞിങ്ങന്ന് വെച്ചിട്ട് അവിടെ പോയി ചാടാനും നിൽക്കണ്ട. എന്നാലോ കുറവ് എന്ന് പറഞ്ഞിങ്ങനെ വിചാരിച്ചിട്ട് പോകാതിക്കും വേണ്ട, ആലോചിച്ചിട്ട് ചെയ്യുക എന്ത് കാര്യങ്ങളും. വലിയ സൂത്രക്കാരും വലിയ എടുത്തുചാടികളൊക്കെ ആയിട്ടുള്ള ജഗബൊക്കെ ആയിട്ട് നടക്കുന്ന സുഹൃത്തുക്കളെക്കാളും കുടുംബക്കാരെക്കാളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്, നമ്മളൊപ്പം നിന്ന് സ്നേഹിച്ച് ഒൽപ്പിച്ചിങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കഥ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ. ഓലാണ് ഒരു അറ്റം കിട്ടിയ ഒരു ചാൻസ് കിട്ടിയ നമ്മളെ അടി തോണ്ടിയെടുത്തുകൊണ്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മൊത്തത്തിൽ എല്ലായിടത്തും പാട്ടാക്കി ആകെ പ്രശ്നങ്ങളാക്കൽ. അതുകൊണ്ട് നിങ്ങളാരായാലും ഒരിക്കലും നിങ്ങളെ പരാജയങ്ങളോ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള നിങ്ങൾക്കൊരു വീക്ക്നെസ് ഉണ്ടാവില്ല, ഒരു വീക്ക് പോയിൻ്റ്, ആ ഒരു കാര്യം കേട്ടാൽ എനിക്ക് ആകെ സങ്കടം ഓടി, ആ ഒരു കാര്യമാണ് എനിക്ക് ആകെ വിഷമം. അതുകൊണ്ട് തുടങ്ങുമ്പോഴാണ് ഞാൻ അങ്ങനെ ആവല് ഇങ്ങനെ ആവല് എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും അത് നിങ്ങളെ ഭർത്താവിനോടായാലും പറയാത്തതാണ് നല്ലത്. നമ്മളെ വിജയങ്ങൾ മാത്രം പറയുക, പരാജയങ്ങൾ നമ്മളെ മാത്രം അറിയിക്കുക. ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞിട്ടേ, ഇതാ നമ്മൾ കഴിക്കാറുള്ള അങ്ങാടിയിൽ എപ്പോഴും കിട്ടാറുള്ള ഫ്രൂട്ട് മുന്തിരി, അത് നമ്മൾ ജ്യൂസ് അടിച്ചുകൊണ്ട് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്.
പക്ഷെ അതൊന്നും കൂടി തിളപ്പിച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ അതിലേറെ ടേസ്റ്റാണ്. ഇനി അതിങ്ങനെ തിളപ്പിച്ച് ജ്യൂസ് അടിച്ച് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ പോലെ ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് ടേസ്റ്റിൽ കുടിക്കാം. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് സമയം കാത്തിരുന്നാൽ നമുക്ക് ഇതിനേക്കാളൊക്കെ ടേസ്റ്റുള്ള ജ്യൂസ് കുടിക്കാം. നീ കഷ്ടപ്പെടണ്ട, ഒന്നിനും വയ്യാന്ന് വിചാരിക്കണവർക്ക് എന്ത് ചെയ്യുക, ആ മുന്തിരി കഴുകിയിട്ട് അത് തിന്നിട്ട് അവിടെ ഇരിക്കുക. അല്ല, എങ്ങനായാലും കഴിക്കേണ്ടത് മുന്തിരിയാണ്. അത്രയേ ഉള്ളൂ ഈ ബിസിനസ്സും. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് വാങ്ങിയിട്ട് അത് ഇട്ടിട്ട് കഷ്ടപ്പെടാതെ അത് ഇട്ടിട്ട് അങ്ങനെ നടക്കാം. അതല്ലെങ്കിൽ കുറച്ച് അടിച്ചൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു 10 റുപ്യ വരുമാനം കിട്ടിയിട്ട് ആ 10 റുപ്യ നമ്മളെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ സന്തോഷപ്പെട്ട് നിൽക്കാം. അതല്ലെങ്കിൽ 2 പേരൊക്കെ കൂട്ടി കുറച്ച് കാലം ലാഭമൊക്കെ കാത്തു നിന്നിട്ട് ഒന്ന് ഉഷാറാക്കി ബിസിനസ്സാക്കി ഒരു ഷോപ്പൊക്കെ ഇട്ട് ചെയ്തിട്ട് വലിയ വരുമാനമാക്കി എടുക്കാം. ഞാൻ അടിച്ചാലും അടിച്ചില്ലെങ്കിലും കടയിൽ നൈറ്റി ഉണ്ടാവും. ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും എൻ്റെ കാര്യം കെട്ടിയാൽ നോക്കുമെന്ന് വിചാരിച്ച് തീരുമാനിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. രണ്ടും നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ.